ഇതൊക്കെ മാറണ്ടേ പുറത്ത് വെക്കാന്ന് വെച്ചു. എങ്ങനെയുണ്ടടി ടെന്റിന്റെ ഉറക്കം? തണുപ്പ് ഒഴിച്ച് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? സോക്സ് ഇട്ട് കിടന്നിട്ട് വിറയലോട് പല്ലൊക്കെ കൂട്ടിയിടിയാണ് കേസ്. എന്നിട്ട് ഇത് ഞങ്ങൾ രാവിലെ ഫോറസ്റ്റ് പാർക്കിന് പോകുമ്പോൾ പല്ല് തേക്കാൻ പറ്റില്ല, മുഖം കഴുകാൻ പറ്റത്തില്ല, തണുപ്പ് കാരണം വെള്ളം തൊടാൻ പറ്റില്ല. ഐസ് കട്ടൊക്കെ ഇതിലും ഭേദമാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കൈയും കാലും ഒക്കെ മരവിച്ച് വിറച്ചൊക്കെ ഇരിക്കുക. നല്ല വിരലൊക്കെ ഭയങ്കര പണ്ടാറിടങ്ങിയിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റ് പാർക്കിൽ പോവാണ്. രാവിലെ എഴുന്നേറ്റു, പല്ല് വെച്ചിട്ടില്ല, മുഖം വീട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ ലിപ്സ്റ്റിക് ഇടാൻ ഞങ്ങൾ മറന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതെ ഞങ്ങളുടെ ഇന്നത്തെ കുളിയും വലിയ പൊക്കും കഴിഞ്ഞു. ഇനി വേണച്ച കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് വായ കഴുകും. ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരപ്പോൾ ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ വീഡിയോ കാണുന്നതൊക്കെയൊന്നല്ല, നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷയില്ല, വിറച്ചിട്ട് പാടില്ല. കൈയും കാലൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഞാൻ ഈ ഇട്ടേക്കുന്നതിൻ്റെ കൂടാതെ ഇതിനകത്ത് ഒരു 3 ഉടുപ്പ് വേറെ ഉണ്ട്. അതേപോലെ തന്നെ പാൻറ്റും 3 ഇട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ, മൂന്നാർ വട്ടവട. ആൾക്കാരാണ് ഇത് എവിടെ ഇരുന്നിട്ടാണ് ഈ തണുത്ത് വിറയ്ക്കണത്. മൂന്നാർ വട്ടവട അന്യായ തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പുണ്ട്. ഈ അടുത്ത് മീൻസ് ഈ ആഴ്ചയിലോ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രിക്കോഷൻ എടുത്തോളൂ. മാത്രമല്ല, നമ്മൾ ഈ കയറി വന്ന പ്രോപ്പർട്ടിയിലോട്ട്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഈ കയറി വന്ന പ്രോപ്പർട്ടിയിലോട്ട് കയറി വരാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നല്ലപോലെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് വേണം വരാൻ. കയറിയത് കയറി, ഇനി എങ്ങനെ ഇറങ്ങാമെന്ന് ഞങ്ങൾക്കറിയില്ല. കയറിയപ്പോൾ എല്ലാവരുടെ സഹായത്തിൽ വലിച്ചും പിടിച്ചൊക്കെ അങ്ങോട്ട് കയറി. ഇറങ്ങുമ്പോൾ ഇത്രയും വെയിറ്റും കൊണ്ട് എങ്ങനെയാണ് ഇറങ്ങുന്നത് ഒരു പിടുത്തില്ല. അപ്പം പക്ഷെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു ഓർമ്മയിൽ ചിലപ്പോൾ എൻ്റെ ട്രക്കിങ് മോഹങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ഈ ഒരു ട്രക്കിങ്ങോട് കൂടി അവസാനിപ്പിക്കും എന്നൊക്കെ പറയും. പക്ഷേ അപ്പോൾ ബൈ.